ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ ഈ മദ്രസയിലെ പീഡനത്തെക്കുറിച്ചും ഉസ്താദുമാർ കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നതിനെക്കുറിച്ചും അവരുടെയൊക്കെ സൂനം മുഴുവനും ഛേദിക്കണം എന്നൊക്കെ പറഞ്ഞ ആകെ ആ ഒരു വീഡിയോ ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് കേട്ടോ. അല്ലാതെ വേറെ ആരും അങ്ങനെയൊന്നും പറയാൻ ധൈര്യപ്പെടാറില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ പോലും ഇവർ മുസ്ലിം സമൂഹത്തിൽ ഉസ്താദുമാർക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അവരാരും അങ്ങനെ മുന്നോട്ട് പറഞ്ഞു വരാറുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എത്രമാത്രം വർഗീയതയാണ് പറയുന്നതെന്ന് കേൾക്കണം. കാരണം മുസ്ലിം ആൺകുട്ടികൾ സുഹൃത്തുക്കൾ കേട്ടോ, എവിടെയൊക്കെയാണ് ഇവർ മതം കലർത്തി കൊണ്ടുവരുന്നത് എന്ന് നോക്കിക്കോ. മതം കലർത്താത്ത ഒരു മേഖല പോലും ഇല്ല എന്നതാണ് സത്യം. മുസ്ലിം പെൺകുട്ടികൾ സുഹൃത്തുക്കളായി ഉണ്ടാവണം എന്നാണ് കക്ഷി പറയുന്നത്. മനുഷ്യൻ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്. മഹാനായ സുഫിയാൻ സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു സ്വഹാബികൾ. മനുഷ്യൻ ദുർബലനാണല്ലോ. എന്താ അർത്ഥം എന്നറിയോ? എന്താണ് അർത്ഥം എന്നറിയോ? ഒരു പെണ്ണിനവൻ കാണുന്നുണ്ട്, അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കണ്ണുകളെ അഴിച്ചുവിടുകയാണ്, പിന്നെ കൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു വിഭാഗത്തിനല്ലാതെ പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ കൺട്രോള് പോകുന്ന മനുഷ്യരാണോ എല്ലാ പുരുഷന്മാരും? അല്ല, ഇവരെയൊക്കെ കേൾക്കുന്ന മുസ്ലിങ്ങൾ പറയൂ, എല്ലാ മുസ്ലിം പുരുഷന്മാരും ഇവര് പറയുന്നത് പോലെ സ്ത്രീകളെ കണ്ടാൽ ഉടനെ കൺട്രോള് പോയി കേറി പിടിക്കാൻ വെമ്പി നിൽക്കുന്നവരാണോ? ഉസ്താദുമാരാണ് ഈ പറയുന്നത്, നമ്മളാരുമല്ല. മുഴുവൻ മുസ്ലിങ്ങളും അങ്ങനെയാണ് എന്ന് ബാൻ ചെയ്യുന്നത് ഇവരാണ്, നമ്മളാരുമല്ല. ും ദുർബലൻ മനുഷ്യനല്ലാതെ വേറെ ഉണ്ടോ എന്ന് ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. ഖുലിഖൽ ഇൻസാനു ദഈഫാ. നമ്മളിങ്ങനെ ദുർബലരാവല്ലേ. പുരുഷന്മാർ പെൺകുട്ടികളെ വശംവദരാക്കുന്ന കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കനെ വേണമല്ലോ എന്ന്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പെണ്ണെ, നിന്റെ ശരീരത്തിന്റെ പ്രായപൂർത്തി എത്തിച്ചു തന്നത് അല്ലാഹുവല്ലേ. നിനക്ക് പ്യൂബർട്ടി വരെ നിന്നെ വളർത്തിയത് അല്ലാഹുവല്ലേ. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അല്ലാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണെ. നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി. നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്, കാതുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്. നീ സല്ലപിക്കുന്നത്, സംസാരിക്കുന്നത്. യാ നിസാ النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وليقلن قولا معروفا. നബിയേ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യാ നിസാ നബിയെ, മനസ്സിന് രോഗമുള്ളവർ, നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും, മനസ്സിന് രോഗമുള്ളവർ. ഖുർആൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം. ഇത് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സ്റ്റുഡൻസിന് വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ. യാ നിസാ നബി, നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മാത്രമാണോ നബി? ഞങ്ങളുടെ നിസാ നബി, ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ ആവേണ്ടത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബിതങ്ങൾ വാപ്പയെ പോലെയാണ്. അനലക്കും ബിമൻസിലത്തിൽ വാലിദിനി വലദിഹി, നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ്, ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാൻ നബിതങ്ങൾ പറയുമായിരുന്നു. യാ നിസാ നബി, നബിയുടെ പെണ്ണുങ്ങളെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ, നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലാ തഖ്ദുഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയല്ലേ. ഇന്ന് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വളരെ നന്നായി ഒരുങ്ങി ശരീരത്തിന്റെ പകുതി ഭാഗം കാണിച്ച് സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും മുസ്ലിം പെൺകുട്ടികളും സ്ത്രീകളും.
അത് എന്തെന്നറിയാമോ, ഇന്നത്തെ ഇതിൽ മൊത്തം ശാപം ചെകുത്താനെ. അതായത് ഈ നിസ്സഹായന്റെ അവസാനത്തെ വാക്കാണ് ഈ ശാപം. പടച്ചോനുണ്ട് ഈ ശാപം. എല്ലാം സാധിക്കുന്ന പടച്ചോൻ ശപിക്കും. എന്തിനാണെന്നറിയാമോ? ചുമ്മാ ഒരു രസം, ചുമ്മാ ശപിച്ചു കളയും, ചുമ്മാ. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നേ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിമർശിച്ചാൽ ഉടനെ തന്നെ ഇത് എന്തിത്? ഇസ്ലാമിലെ പുരുഷൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞാൻ വിമർശിച്ചാൽ ഉടനെ തന്നെ 1600 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു ഇസ്ലാം മതം അങ്ങ് തകർന്നു പോകുമോ? തകർന്നു എന്ന് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്, ഞങ്ങൾ ആരുമല്ല. ഇസ്ലാമിന് എന്തോ സംഭവിച്ചു എന്ന് പറയുന്നത് നിങ്ങളാ. എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ഞങ്ങളുടെ ഇസ്ലാമിന് ഒരു കുഴപ്പമില്ല എന്ന്. രണ്ടും നിങ്ങൾ തന്നെയാ പറഞ്ഞത്. നിങ്ങൾ തൽക്കാലം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് ഉറച്ചു നിൽക്ക്. അപ്പോൾ ആദ്യം ഈ യൂട്യൂബിൽ വരുന്ന, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന മുസ്ലിം കുടുംബത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ നിങ്ങൾ മതത്തിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക. ഇസ്ലാം ഫോളോ ചെയ്യാത്ത ആളുകൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മീഡിയയിൽ വരുന്നത് എന്നാ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അവരെയൊക്കെ മതത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കാം. ഞങ്ങളൊക്കെ ആണല്ലോ ഇസ്ലാം അല്ല എന്ന് പറയുന്നത്. എനിക്കല്ലെങ്കിലും ഇസ്ലാമിന്റെ ലേബൽ വേണ്ട, എക്സ് മുസ്ലിമിന്റെ ലേബലും എനിക്ക് ആവശ്യമില്ല. ഛർദ്ദിച്ചത് പിന്നീട് എടുത്ത് തിന്നുന്ന രീതിയും എനിക്കില്ല. പഠിച്ചു മനസ്സിലാക്കി തന്നെ മതം ഉപേക്ഷിച്ചതാ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കണ്ടിട്ടോ കേട്ടിട്ടോ മതം ഉപേക്ഷിച്ച ആളല്ല ഞാൻ. വിമർശിക്കുന്നതും ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിട്ട് പഠിച്ചിട്ട് തന്നെയാണ്. അനാവശ്യമായിട്ടൊന്നും ഞാൻ പറയട്ടില്ല. അല്ലെങ്കിൽ മുഹമ്മദ് നബിയെയോ മുഹമ്മദ് നബിയുടെ മാതാവിനെയോ ഞാൻ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളൊന്ന് കൊണ്ടുപോവാ. വസ്തുനിഷ്ഠമായിട്ട് വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് അള്ളാഹു കഞ്ചാവാണെന്ന് പറഞ്ഞത്. അതെന്താ? പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെല്ലാം. അള്ളാഹുവും പിശാചും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് നമ്മൾ പല ലൈവുകളിലും സമർത്ഥിച്ചിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് പടച്ചോൻ ചെയ്യുന്നതെല്ലാം പിശാചും ചെയ്യും. പക്ഷെ പിശാച് ചെയ്യുന്നതെല്ലാം പടച്ചോൻ ചെയ്യില്ല. പിശാച് ചില നന്മകളും ചെയ്യുന്നുണ്ട്. സ്വന്തം മകന്റെ കഴുത്തെടുക്കാൻ പോയപ്പോഴത്തേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ നോക്കിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടോ, ഇവരുടെയൊക്കെ വീഡിയോയ്ക്കകത്ത് പരസ്യങ്ങളാണ്. ഉസ്താദുമാരുടെ വീഡിയോസാണ് കേട്ടോ, ഉസ്താദുമാരുടെ ചാനലുകളാണ്. ജാമിദ മാത്രം യൂട്യൂബിൽ വന്നിട്ട് ഇസ്ലാമിനെ എതിർക്കുന്നു, ഇസ്ലാമിനെ വിമർശിക്കുന്നു, അങ്ങനെ ഹറാമായ മുതലുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഇവർ പറയാനുള്ളത്. ആ ഷിബിലിയെ പറഞ്ഞു വിട്ടേ. കുറേ ആയില്ലേ വന്നിട്ട് ഇങ്ങനെ ആവശ്യങ്ങൾ പറയുന്നു. വിട്ടേരെ, നമുക്ക് അത്തരം ആളുകളെയൊന്നും ആവശ്യമില്ല. അപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മുസ്ലിം സ്ത്രീകൾക്ക്